ഹായ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 6 dice are thrown 729 times. 6 dice. അപ്പോൾ 6 എന്താണ്? സ്മാൾ ആൻഡ് 6. 729 ടൈംസ്. അപ്പോൾ ക്യാപിറ്റൽ N 729. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മെനി ടൈംസ് ഡു യു എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് 3 dice ടു ഷോ എ 5 or 6? 5 അല്ലെങ്കിൽ 6 വരുന്നതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5 or 6 എന്താണ്? P5 അല്ലെങ്കിൽ P6 വരാം. P5 അല്ലെങ്കിൽ P6. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ഫേസ് വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? 6 ഫേസ് അല്ലേ ഉള്ളൂ. ഓരോന്ന് വരാനുള്ള പ്രോബിലിറ്റി 1/6 വീതമാണ്. അപ്പോൾ 1/6 പ്ലസ് 1/6 2/6 എന്ന് വരും. അതായത് 1/3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ Q എന്താണ്? 1 - P ആണ്. അതായത് 1 - 1/3 ആണ്. 2/3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് PDF സെറ്റ് ചെയ്യാം. എന്താണ് PDF? പ്രോബിലിറ്റി ഓഫ് x = x എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. 6 ടൈംസേ ഉള്ളൂ. ഇത് ക്യാപിറ്റൽ N ആണ് 729 ടൈംസ്. അപ്പൊ NCX P⁻x Q⁻n - x x = 0 1 2 അങ്ങനെ n വരാം. ഇവിടെ n എത്ര? 6. CX P എന്ന് പറയുന്നത് 1/3 raised to x Q 2/3 raised to n - x 6 - x x = 0 1 അങ്ങനെ 6 വരാം. ഇതാണ് PDF. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് ഹൗ മെനി ടൈംസ് ഡു യു എക്സ്പെക്ട് അറ്റ്ലീസ്റ്റ് 3 dice ടു ഷോ എ 5 or 6? അറ്റ്ലീസ്റ്റ് 3 dice, കുറഞ്ഞത് 3 ഡൈ എങ്കിലും 5 അല്ലെങ്കിൽ 6 കാണിക്കണം. ഈ 6 പ്രാവശ്യം എറിയുമ്പോഴത്തേക്ക് കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും 5 അല്ലെങ്കിൽ 6 കിട്ടണം എന്ന് പറയുമ്പോൾ റിക്വേർഡ് പ്രോബിലിറ്റി എന്താണ്? കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും. അപ്പൊ എന്തൊക്കെയാകാം? 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. അപ്പൊ റിക്വേർഡ് പ്രോബിലിറ്റി എന്താണ്? റിക്വേർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 3 dice, കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും 5 അല്ലെങ്കിൽ 6 കിട്ടുക എന്ന് പറയുമ്പോൾ 3 ആകാം, P3 4 ആകാം, P4 5 ആകാം, 6 ആകാം. 6 പ്രാവശ്യമാണ് 6 ഡൈസിന്റെ കാര്യമാണ്. 6 ഡൈസിന്റെ കാര്യമാണ്. അപ്പൊ 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം. ഇത് 4 ആഡ് ചെയ്യുന്നതിനേക്കാളും എന്ത് ചെയ്യാം? 2 മൈനസ് ചെയ്താലും മതി. ഏതൊക്കെ മൈനസ് ചെയ്യേണ്ടി വരും? P0യും P1ഉം P2 മൈനസ് ചെയ്താലും മതി. അതായത് 1 മൈനസ് ഇവിടെ ഇല്ലാതെ അത്രയും മൈനസ് ചെയ്യണം. P0 പ്ലസ് P1 പ്ലസ് P2 ഇത്രയും മൈനസ് ചെയ്താലും മതി. അപ്പൊ എന്ത് വരും? 1 മൈനസ് P0 എന്ന് പറഞ്ഞാൽ എന്താണ്? 6C0 1/3 raised to 0 2/3 raised to 6 പ്ലസ് 1 വരുമ്പോൾ P1 വരുമ്പോൾ 6C1 1/3 raised to 1 2/3 raised to 5. അടുത്തെന്താണ്? 6C2 1/3 സ്ക്വയർ 2/3 raised to 4. കാൽക്കുലേറ്റർ ഇതിന്റെ വാല്യൂ ചെയ്ത് നോക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ആൻസർ കിട്ടുന്നത് 233/729 എന്ന് കിട്ടും. ഫ്രാക്ഷനായിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയാ, പോയിന്റ് ഇട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയാ. എന്താണ് കിട്ടുന്നത് അവിടെ എഴുതി വയ്ക്കുക. റിക്വേർഡ് പ്രോബിലിറ്റി. ഇനി എന്താണ്? മൊത്തം 729 ടൈംസ് ആണ് ഇത് ത്രോ ചെയ്യുന്നത്. ഇതിനകത്ത് എത്ര ടൈംസ് കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് എത്ര പ്രാവശ്യം 3 ഡൈ എങ്കിലും 5 or 6 കാണിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? റിക്വേർഡ് നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റു 729. റിക്വേർഡ് നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റു 729, അതായത് n ഇൻറ്റു ആ കിട്ടിയ പ്രോബിലിറ്റി ഇതാണ്. അതായത് n എത്ര? 729 ഇൻറ്റു 233/729. അപ്പൊ എത്ര കിട്ടി? 233 എന്ന് കിട്ടി. അതായത് മൊത്തം 729 പ്രാവശ്യം ത്രോ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് 233 തവണ എങ്കിലും എന്താണ്? 3 ഡൈസ്, കുറഞ്ഞത് 3 ഡൈസ് എങ്കിലും 5 അല്ലെങ്കിൽ 6 കാണിക്കും. അപ്പൊ നമ്മുടെ റിക്വേർഡ് പ്രോബിലിറ്റിയും കിട്ടി, റിക്വേർഡ് നമ്പറും കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ പ്രോബിലിറ്റി ഓഫ് എ ന്യൂ ബോൺ ചൈൽഡ് ഇൻ എ ടിപ്പിക്കൽ ഫാമിലി ഈസ് മെയിൽ ഈസ് 0.6. ഒരു ടിപ്പിക്കൽ ഫാമിലിയിൽ ഒരു മെയിൽ ചൈൽഡ് ജനിക്കാനുള്ള പ്രോബിലിറ്റി 0.6 ആണ്. അപ്പം P എന്ന് പറയുന്നത് മെയിൽ ചൈൽഡ് ആരോട് പറഞ്ഞിരിക്കുന്നത്? മെയിൽ ആൺകുട്ടി ജനിക്കാനുള്ള പ്രോബിലിറ്റി P, അതാണ് 0.6. അപ്പൊ പെൺകുട്ടി ജനിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? Q. അതെന്താണ്? ബാക്കിയാണ് 1 - 0.6 ആണ് 0.4. ഒരു ടിപ്പിക്കൽ ഫാമിലിയിലേക്കകത്ത് ഒരു മെയിൽ ചൈൽഡ് ജനിക്കാനുള്ള പ്രോബിലിറ്റിയാണ് 0.6, ഫീമെയിൽ ചൈൽഡ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് 0.4. n എത്രയാണ്?
ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇൻ എ ഫാമിലി ഓഫ് 5 ചിൽഡ്രൻ, ഇങ്ങനെ 5 കുട്ടികളുള്ള ഒരു ഫാമിലി, 5 കുട്ടികളുള്ള ഒരു ഫാമിലിയിൽ പിന്നെ എന്ത് പറയുന്നുണ്ട്, there are exactly 3 boys, കൃത്യം 3 ബോയ്സ്, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ഗേൾസ്, ഇതിനുള്ള പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ PDF സെറ്റ് ചെയ്യാം. എന്താണ് PDF? P of x എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു x ആണ്. പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു x എന്ന് പറയുന്നത് NCx P റൈസ് ടു x Q റൈസ് ടു n മൈനസ് x. എക്സിന്റെ വാല്യൂ എന്താണ്? 0, 1 അങ്ങനെ n വരെ. അപ്പൊ ഇവിടെ n എത്രയാണ്? 5 ആണ്. 5cx, Pയുടെ വാല്യൂ 0.6 റൈസ് ടു x, Qന്റെ വാല്യൂ 0.4 റൈസ് ടു n മൈനസ് 6. അപ്പൊ 5 മൈനസ് n മൈനസ് x. എക്സിന്റെ വാല്യൂ 0 അങ്ങനെ 5 വരെ വരും. ഇത് നമ്മൾ PDF സെറ്റ് ചെയ്തു. ഇനി എന്താണ് ആവശ്യം? എക്സാക്ട്ലി 3 ബോയ്സ്. പ്രോബിലിറ്റി ഓഫ് എക്സാക്ട്ലി 3 ബോയ്സ്. കൃത്യം 3 ബോയ്സ് വരാനുള്ള പ്രോബിലിറ്റി എന്താണ്? ബോയ്സിന്റെ കാര്യം തന്നെയാണ് സക്സസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, 0.6. അപ്പോൾ എക്സാക്ട്ലി 3 ബോയ്സ് എന്ന് പറയുന്നത് P3 കണ്ടുപിടിച്ചാൽ മതി. P3 എന്താണ്? ഇതിനകത്ത് 3 കൊടുത്താൽ മതി. 5C3 0.6 റൈസ് ടു 3 0.4 റൈസ് ടു 2. ഇതാണ്. ഇത് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വാല്യൂ കിട്ടുന്നത് 0.3456 എന്ന് കിട്ടും. 0.3456 എന്ന് കിട്ടും. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? മെജോറിറ്റി ഓഫ് ഗേൾസ് എന്നാണ്. അതായത് പ്രോബിലിറ്റി ഓഫ് മെജോറിറ്റി ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റിയും ഗേൾസ് ആയിരിക്കണം. മൊത്തം 5 കുട്ടികളാണ്. 5 കുട്ടികളുടെ മെജോറിറ്റി ഗേൾസ് എന്ന് എന്താണ്? 3 ഗേൾസ് വരാം, 4 ഗേൾസ് വരാം, 5 ഗേൾസ് വരാം, അല്ലേ? അതായത് പ്രോബിലിറ്റി ഓഫ് 3 ഗേൾസ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് 4 ഗേൾസ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് 5 ഗേൾസ്. ഇതല്ലേ മെജോറിറ്റി ഓഫ് ഗേൾസ് എന്ന് പറയുമ്പോഴത്തേക്ക്? 3 ഗേൾസ് വരാം, 4 ഗേൾസ് വരാം, 5 ഗേൾസ് വരാം. ഇവിടെ എന്താണ് പ്രോബിലിറ്റി ഫോർ സക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? പി പറഞ്ഞിരിക്കുന്നത് മെയിൽ ചൈൽഡിന്റെ കാര്യമാണ്, ആൺകുട്ടിയുടെ കാര്യമാണ് P 0.6. അപ്പൊ ഇതിനെ നമ്മൾ ആൺകുട്ടിയിലോട്ട് മാറ്റണം. എങ്ങനെ ആൺകുട്ടിയിലോട്ട് മാറ്റും? 3 ഗേൾസ് എന്ന് പറയുമ്പോഴേ ബാക്കി 2 ബോയ്സ്, പ്രോബിലിറ്റി ഓഫ് 2 ബോയ്സ് അല്ലേ? പ്രോബിലിറ്റി ഓഫ് 2 ബോയ്സ് ബോയ്സിലോട്ട് മാറ്റണം. P എന്താണോ അതിലോട്ട് മാറ്റണം. P ബോയിന്റെ കാര്യമല്ലേ? അപ്പം Pയിലോട്ട് മാറ്റണം. 4 ഗേൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 ബോയ്. 5 ഗേൾ എന്ന് പറയുമ്പോൾ എന്താണ്? നോ ബോയ്, അല്ലേ? ഇനി ഇത്രയും കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ ആവും. അതായത് എന്താണ് ഇതെന്ന് പറഞ്ഞാൽ P2 ആണ്. P2 P1 P0 അല്ലേ? ഇത്രയും ആഡ് ചെയ്യുമ്പോൾ P2 എന്താണ്? 5C0 0.6 റൈസ് ടു 0 0.4 റൈസ് ടു P2 ആണ് അറിയാനുള്ളത്. P2 അപ്പൊ 5C2 0.6 സ്ക്വയർ 0.4 റൈസ് ടു ബാക്കി 4 പ്ലസ് P3 എന്താണ്? P3 എല്ലായിടത്തും P1 എന്താണ്? 5C1 0.6 റൈസ് ടു 1 0.4 റൈസ് ടു 5. അടുത്ത് P0 എന്താണ്? 5C0 0.6 റൈസ് ടു 0 0.4 റൈസ് ടു 6. ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.3174 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഔട്ട് ഓഫ് 800 ഫാമിലീസ് ഓഫ് 5 ചിൽഡ്രൻ ഈച്ച്. അപ്പൊ ഈ 5 എന്ന് പറയുന്നത് സ്മാൾ ആൻഡ് 5. ഈ 800 എന്താണ്? ക്യാപിറ്റൽ ആൻഡ് 800. ഹൗ മെനി വുഡ് യു എക്സ്പെക്ട് ടു ഹാവ്? 3 ബോയ്സ് 5 ഗേൾസ്. ആൺകുട്ടിയും പെൺകുട്ടിയും എനിക്കുള്ള പ്രോബിലിറ്റി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോബിലിറ്റി ഫോർ സക്സസ് എന്താണ്? P. പ്രോബിലിറ്റി ഫോർ ഫെയിലുവർ Q. ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് ആണാനുള്ള പ്രോബിലിറ്റിയും പെണ്ണാനുള്ള പ്രോബിലിറ്റിയും എന്താണ്? ഈക്വൽ അല്ലേ? ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈക്വൽ പ്രോബിലിറ്റി ആണ്. അപ്പൊ P 1/2 ആണ്, Q 1/2 തന്നെയാണ്. P 1/2 ആണ്, Q 1/2 തന്നെയാണ്. ഈക്വൽ പ്രോബിലിറ്റി ആണ്. ബോയ് ആവാനും ഗേൾ ആവാനുള്ള പ്രോബിലിറ്റി ഈക്വൽ ആണ്. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അപ്പൊ അതിന്റെ പകുതി ഓരോന്നായിട്ട് വരും. 1/2 എന്ന് വരും. ബാക്കി എല്ലാ ഡാറ്റയും ആയി. അപ്പൊ നമുക്ക് PDF സെറ്റ് ചെയ്യാം. എന്താണ് PDF? P of x ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് x ഈക്വൽ ടു x ആണ്. എന്താണ് ഫോർമുല? NCx P റൈസ് ടു x Q റൈസ് ടു n മൈനസ് x. അതായത് എക്സിന്റെ വാല്യൂ എന്താണ്? 0, 1 അങ്ങനെ n വരെയാണ് നമ്മുടെ ഫോർമുല. n 5 ആണ്. 5cx. P എന്ന് പറഞ്ഞാൽ 1/2 റൈസ് ടു x.
എക്സ് എത്ര എക്സ്. ക്യൂ എന്ന് പറയുന്നത് വീണ്ടും 1/2 റൈസ് ടു n മൈനസ് എക്സ് എത്രയാണ് 5 മൈനസ് എക്സ്. എക്സ് ഈക്വൽ ടു 0 1 അങ്ങനെ 5 വരെ. എന്താണ് ഹാഫ് റൈസ് ടു എക്സ് ഇൻറ്റു ഹാഫ് റൈസ് ടു 5 മൈനസ് എക്സ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അപ്പോൾ ഹാഫ് റൈസ് ടു 5 എന്ന് കിട്ടും. 5cx ഹാഫ് റൈസ് ടു 5 എന്ന് കിട്ടും. ഇനി എന്താണ് വേണ്ടത്? ഒന്നാമത് പറയുന്നത് 3 ബോയ്സ്. 3 ബോയ്സ് പറയുമ്പോൾ എന്താണ് P3 കണ്ടുപിടിച്ചാൽ മതി. പ്രോബിലിറ്റി ഓഫ് 3 ബോയ്സ്. ത്രീ ബോയ്സ് എന്ന് പറയുമ്പോൾ എന്താണ് P3 എന്താണ് 5c3 1/2 റൈസ് ടു 5. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.3125 എന്ന് കിട്ടും. 0.3125. ഇങ്ങനത്തെ എത്ര ഫാമിലി ഉണ്ട്? മൊത്തം 800 ഫാമിലിക്കകത്ത് 3 ബോയ്സ് ഉള്ള എത്ര ഫാമിലീസ് ഉണ്ട്? മൊത്തം ഔട്ട് ഓഫ് 800 ഫാമിലീസ് 3 ബോയ്സ് വീതമുള്ള എത്ര ഫാമിലിയോട് എങ്ങനെ കണ്ടുപിടിക്കും? ഇൻറ്റു 800 ചെയ്താൽ മതി. അപ്പൊ എന്താണ് റിക്വയർഡ് നമ്പർ? എന്താണ് റിക്വയർഡ് നമ്പർ ഓഫ് ഫാമിലീസ്. എത്ര ഫാമിലീസ് ഉണ്ട്? അതായത് 800 ഇൻറ്റു 0.3125 ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്നത് 250 എന്ന് കിട്ടും. ഇനി എന്താണ് വേണ്ടത്? പ്രോബിലിറ്റി ഓഫ് 5 ഗേൾസ് എന്നാണ്. രണ്ടാമത്തത് പ്രോബിലിറ്റി ഓഫ് 5 ഗേൾസ്. 5 ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? P5 കണ്ടുപിടിച്ചാലും മതി. കാരണം ഇവിടെ ബോയ്സിന്റെ പ്രോബിലിറ്റിയും ഗേളിന്റെ പ്രോബിലിറ്റിയും 1/2 തന്നെയാണ്. പിയും ക്യൂവും സെയിം തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ പിയിലോട്ട് ആക്കേണ്ട കാര്യമില്ല. പിയിലോട്ട് ആക്കണമെങ്കിൽ എന്താണ്? P0 അല്ലെങ്കിൽ ആക്കുന്നില്ലെങ്കിൽ P5 രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് 0 ബോയ്സ്. ബോയ്സിലോട്ട് മാറ്റുകയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് 0 ബോയ്സ് ആണ്. അപ്പൊ P0 എന്ന് പറയുമ്പോൾ എന്താണ്? 5c0 1/2 റൈസ് ടു 5. 5c0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പൊ 1/2 റൈസ് ടു 5 മാത്രമേ ഉള്ളൂ. 1/32 എന്ന് കിട്ടും. 1/32 വാല്യൂ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് 0.03125 എന്ന് കിട്ടും. അപ്പൊ റിക്വയർഡ് നമ്പർ ഓഫ് ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് 800 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 800 ഇൻറ്റു 0.3125 ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് 25. അപ്പോഴത്തേക്ക് ഈ ഔട്ട് ഓഫ് 800 ഫാമിലീസിൽ 25 എണ്ണത്തിൽ എന്താണ് 5 പെൺകുട്ടികളാണ്. അതായത് ബോയ്സ് ഒന്നുമില്ല. മൊത്തം ഇത്രയും 800 ഫാമിലിക്കകത്ത് 25 ഫാമിലിയിൽ മാത്രമാണ് 5 കുട്ടികളും പെൺകുട്ടിയായിരിക്കുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇൻ സാമ്പിളിംഗ് എ ലാർജ് നമ്പർ ഓഫ് പാർട്സ് മാനുഫാക്ചർഡ് ബൈ എ മെഷീൻ the mean number of defective in a sample of in a sample of 20 is 2. അതായത് ഡിഫക്റ്റീവ് വരാനുള്ള പ്രോബിലിറ്റി പി എന്ന് പറയുന്നത് 20 എടുക്കുമ്പോൾ 2 വീതമാണ്. അപ്പൊ 2/20 ആണ്. അതായത് 1/10 ആണ്. 0.1 വീതമാണ് പ്രോബിലിറ്റി ഡിഫക്റ്റീവ് വരാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ക്യൂ എന്താണ്? 1 മൈനസ് പി ആണ്. അത് 1 മൈനസ് 0.1 0.9 എന്ന് കിട്ടും. n എത്രയാണ്? 20 ആണ്. 20 എടുക്കുമ്പോഴാണ് 2 വരുന്നത്. അപ്പൊ n 20. ഇനി ക്യാപിറ്റൽ n എന്താണ്? ഔട്ട് ഓഫ് 1000 സച്ച് സാമ്പിൾസ്. അപ്പൊ ക്യാപിറ്റൽ n ആണ് 1000. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമുക്ക് PDF സെറ്റ് ചെയ്യാം. എന്താണ് P ഓഫ് x? NCx P റൈസ് ടു x Q റൈസ് ടു n മൈനസ് x. x ഈക്വൽ ടു 0 1 അങ്ങനെ n വരെ. ഇവിടെ n 20 ആണ്. 20cx. P എന്ന് പറയുന്നത് 0.1 റൈസ് ടു x. Q 0.9 റൈസ് ടു 20 മൈനസ് x. അങ്ങനെ x ഈക്വൽ ടു 0 1 അങ്ങനെ 20 വരെ ഉണ്ട്. നമ്മുടെ PDF സെറ്റ് ആയതേ ഉള്ളൂ. ഇനി ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നോ ഡിഫക്റ്റീവ്. അതായത് P0 എ പാർട്ട് പറയുന്നത് P0 ആണ്. P0 എന്ത് വരും? ഇത് 0 കൊടുത്താൽ മതി. 20c0 0.1 റൈസ് ടു 0 0.9 റൈസ് ടു 20. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് 0.1216 എന്ന് കിട്ടും. 0.1216. അപ്പൊ റിക്വയർഡ് നമ്പർ എന്താണ്? റിക്വയർഡ് നമ്പർ എന്ന് പറയുന്നത് മൊത്തം 1000 ഇല്ലേ? അതുകൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 1000 ഇൻറ്റു 0.1216 എന്നിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക്
122 എന്ന് കിട്ടും. അപ്പൊ എന്താണ് റിക്വേർഡ് നമ്പർ 122. ഈ 1000 എണ്ണത്തിൽ 122 തവണയാണ് ഒരു ഡിഫക്റ്റീവ് പോലും ഇല്ലാതെ വരുന്നത്. ഈ മൊത്തം 1000 തവണ എടുക്കുമ്പോഴത്തേക്ക് 122 പ്രാവശ്യമാണ് ഒരു ഡിഫക്റ്റീവ് പോലും ഇല്ലാതെ വരുന്നത്. ഇനി അടുത്ത എന്താണ് വിളിക്കണം? എക്സാക്ട്ലി 3 ഡിഫക്റ്റീവ്സ്. ബി എന്ന് പറയുന്നത് എക്സാക്ട്ലി 3 ഡിഫക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? P3. എക്സാക്ട്ലി 3 ഡിഫക്റ്റീവ്സ് P3. P3 എന്താണ്? നമ്മുടെ 20C3 0.1/3 0.9/20 -3 70 ഇത്രയല്ലേ? നമ്മൾ ഈ ഇതിനകത്ത് എക്സിനെ നമ്മൾ 3 എന്ന് കൊടുത്തു. 20C3 0.1/3 0.9/20 -3 അത് 70. ഇത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് 0.1901 എന്ന് കിട്ടി. അപ്പോൾ റിക്വേർഡ് നമ്പർ എന്താണ്? റിക്വേർഡ് നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റു 1000 ഇൻറ്റു 0.1901 അത് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 190 എന്ന് കിട്ടും. 190. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നോട്ട് മോർ ദാൻ 3 ഡിഫക്റ്റീവ്സ്. ഡിഫക്റ്റീവ്സിന്റെ എണ്ണം 3-നേക്കാളും കൂടാൻ പാടില്ല. ഡിഫക്റ്റീവ്സിന്റെ എണ്ണം 3-നേക്കാളും കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ വരാം? മൂന്നാമത്തെ പാർട്ട്. ഡിഫക്റ്റീവ്സിന്റെ എണ്ണം 3-നേക്കാളും കൂടാൻ പാടില്ല. അപ്പൊ റിക്വേർഡ് പ്രോബിലിറ്റി എന്താണ്? റിക്വേർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3 വരെ 3-നേക്കാൾ കൂടാൻ പാടില്ല. അപ്പൊ 3 വരെ വരാമെന്നില്ലേ? P0, P1, P2, P3 അല്ലേ? 3 വരെ വരാം. 3-നേക്കാളും കൂടാൻ പാടില്ല. 3 വരെ വരാം. P3 വരെ വരാം. ഇനി ഇത്രയും ചെയ്ത് നോക്കിയാൽ മതി. എന്താണ് P0 എന്ന് പറയുമ്പോൾ 20C0 0.1/0 0.9/20 പ്ലസ് അടുത്ത് 1 വരാനുള്ള എന്താണ്? 20C1 0.1/1 0.9/90. 2 വരാനോ? 20C2 0.1² 0.9/80. അടുത്ത് 20C3 0.1³ 0.9/70. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.867 എന്നാണ്. അപ്പൊ റിക്വേർഡ് നമ്പർ എത്ര കിട്ടും? റിക്വേർഡ് നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റു 1000 0.867 ഇൻറ്റു 1000 ആണ്. അതായത് 867 എന്ന് കിട്ടും. അപ്പൊ മൊത്തം ഔട്ട് ഓഫ് 1000 എടുക്കുമ്പോഴത്തേക്ക് 867 തവണ നോട്ട് മോർ ദാൻ 3 ഡിഫക്റ്റീവ്സ് ആയിരിക്കും. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ അറ്റ്ലീസ്റ്റ് 3 ഡിഫക്റ്റീവ്സ്. എന്തായിരിക്കും അറ്റ്ലീസ്റ്റ് 3 ഡിഫക്റ്റീവ്സ്? റിക്വേർഡ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് ബി പാർട്ട് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 3 ഡിഫക്റ്റീവ്സ്. അതായത് കുറഞ്ഞത് 3 ഡിഫക്റ്റീവ് എങ്കിലും അറിയണം. അപ്പോൾ കുറഞ്ഞത് 3 ഡിഫക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആകാം, 4 ആകാം, 5 ആകാം, 6 ആകാം, 7 ആകാം, അങ്ങനെ 20 വരെ വരാം അല്ലേ? ഇത് പാടല്ലേ? ഇതിനേക്കാൾ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് ചെയ്താൽ മതി. 1 മൈനസ് ആരെയൊക്കെ മൈനസ് ചെയ്യാം? P0, P1, P2 വരെ മൈനസ് ചെയ്യാം. അതായത് 1 മൈനസ് എന്താണ് PC0 എന്ന് പറയുന്നത്? 20C0 0.1/0 0.9/20. P1 എന്താണ്? 20C1 0.9/1 ആദ്യം 0.1 0.1/1 0.9/90. അടുത്തെന്ത് വന്നു? 20C2 0.1² 0.9/80. ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.3231 ആണ്. അപ്പോൾ റിക്വേർഡ് നമ്പർ എന്താണ്? ഇൻറ്റു 1000 ചെയ്താൽ മതി. റിക്വേർഡ് നമ്പർ എന്ന് പറയുന്നത് 1000 ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് 0.3231 323 എന്ന് കിട്ടും. ആൻസർ ആയി കഴിഞ്ഞു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്.
If the chance that one of 10 telephone lines is busy at an instant is 0.2. 10 ടെലിഫോൺ ലൈൻസ് ഉണ്ട്, അതിനകത്ത് ഒരു ലൈൻ ഒരു സമയം ബിസി ആയിരിക്കാനുള്ള പ്രോബിലിറ്റി 0.2 ആണ്. അപ്പോൾ പി എന്താണ്? ഒരു ലൈൻ ബിസി ആയിരിക്കാനുള്ള പ്രോബിലിറ്റി ആണ് പി, അത് 0.2 ആണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് 1 - p ആണ്, ബാക്കിയുള്ളത് 0.8 എന്ന് വരും. എൻ എത്ര? മൊത്തം 10 ടെലിഫോൺ ലൈൻസ് ഉണ്ട്. ഇത്രയും എഴുതി. ഇനി എന്താണ് നമ്മുടെ പി ഓഫ് എക്സ്? പി ഓഫ് എക്സ് എന്ന് പറയുന്നത് NCX P/x Q/n-x. n എന്ന് പറഞ്ഞാൽ 10, 10CX P.2x Q 0.810-x. PDF സെറ്റ് ചെയ്തു. ആദ്യം എന്താണ് വേണ്ടത്? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് 5 ലൈൻസ് ബീയിങ് ബിസി എന്ന് പറയുമ്പോൾ എന്താണ്? P5 കണ്ടുപിടിച്ചാൽ മതി. ഒന്നാമത്തേതിലെ P5 കണ്ടുപിടിച്ചാൽ മതി. 5 ലൈൻസ് ബീയിങ് ബിസി എന്ന് പറയുമ്പോഴത്തേക്ക് P5 എന്താണ്? ഇതിനകത്ത് 5 കൊടുത്താൽ മതിയല്ലോ. 10C5 0.2/5 0.8/5 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 0.0264 എന്ന് കിട്ടും. അടുത്തെന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് പ്രോബിൾ നമ്പർ ഓഫ് ബിസി ലൈൻ? എന്താണ് മോസ്റ്റ് പ്രോബിൾ നമ്പർ ഓഫ് ബിസി ലൈൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ മീൻ ആണ്. മോസ്റ്റ് പ്രോബിൾ നമ്പർ ഓഫ് ബിസി ലൈൻ ഈസ് മീൻ. എന്നിട്ട് അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. മോസ്റ്റ് പ്രോബിൾ നമ്പർ ഓഫ് ബിസി ലൈൻ ഈസ് മീൻ. അപ്പൊ മീൻ കണ്ടുപിടിക്കാം. മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓഫ് ബിസി ലൈൻ എന്ന് പറയുന്നത് പ്രോബബിൾ നമ്പർ ഓഫ് ബിസി ലൈൻ ഈക്വൽ ടു മീൻ. എന്താണ് മീൻ എന്ന് പറഞ്ഞാൽ? NP ആണ് ഫോർമുല. N അറിയാം 10, P അറിയാം 0.2, അപ്പൊ എത്ര വരും? 2 എന്ന് വരും. ഇനി എന്താണ്? വാട്ട് ഈസ് ദ മോസ്റ്റ് പ്രോബിൾ നമ്പർ ഓഫ് ബിസി ലൈൻ കിട്ടിക്കഴിഞ്ഞു. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് പ്രോബിലിറ്റി? അതിന്റെ പ്രോബിലിറ്റി എത്രയാണ്? അതായത് P2 എന്താണ്? റിക്വയർഡ് പ്രോബിലിറ്റി എന്താണ്? P2 എന്ത് വരും? നമ്മൾ ഇതിനകത്ത് 2 കൊടുത്താൽ മതി. 10C2 0.2/2 0.8/8. ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് 0.3019 എന്ന് കിട്ടും. അതുമായി കഴിഞ്ഞു. ഇനി എന്തുണ്ട്? ഒരു പാട്ട് കൊണ്ട് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ആൾ ലൈൻസ് ആർ ബിസി? എല്ലാ ലൈൻസും ബിസി എന്ന് പറഞ്ഞാൽ എന്താണ്? P10 കണ്ടുപിടിച്ചാൽ മതി. ആൾ ലൈൻസ് ആർ ബിസി എന്ന് പറയുമ്പോൾ P10, റിക്വയർഡ് പ്രോബിലിറ്റി P10 ആണ്. അതുകൂടെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകും. മൂന്നാമത്തത് പ്രോബിലിറ്റി ഓഫ് ആൾ ലൈൻസ് ആർ ബീയിങ് ബിസി. ആൾ ലൈൻസ് ആർ ബീയിങ് ബിസി എന്ന് പറയുമ്പോഴത്തേക്ക് P10 ആണ്. P10 എന്താണ്? ഇതിനകത്ത് കൊടുക്കുമ്പോൾ 10C10 0.2/10 0.8/10-10 0. 10C10 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ല. NCN എന്ന് പറഞ്ഞാൽ 1 ആണ്. NCN 1. അപ്പൊ 10C10 1 ആണ്. അപ്പൊ നമുക്ക് 0.2/10 എന്ന് മാത്രം വരും ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.